19 ദിവസമായി ഒരു മനുഷ്യൻ വെറും വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുകയാണ്. ശരീരഭാരം ഏകദേശം 9 കിലോ കുറഞ്ഞു. നടക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണം. പക്ഷെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പ്രതിനിധി പോലും സംസാരിക്കാൻ എത്തിയിട്ടില്ല. 3 ഇഡിയറ്റ് സിനിമയിലെ ഫുൻസുക് വാങ്ഡുവിന്റെ യഥാർത്ഥ പ്രചോദനമായ സോനം വാങ്ചുക്കാണ് ഇന്ന് വീണ്ടും രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കരണത്തിനു വേണ്ടി വർഷങ്ങളായി ശബ്ദമുയർത്തുന്ന വ്യക്തിയുമാണ് സോനം വാങ്ചുക്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ സമരം ലഡാക്കിന് വേണ്ടിയല്ല. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളോടൊപ്പം ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഇപ്പോൾ ദേശീയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഈ സമരത്തിന് പിന്നിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന യുവജന പ്രസ്ഥാനമാണ്. പേര് കേട്ട പലർക്കും അത്ഭുതം തോന്നാം. എന്നാൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ പാർട്ടികൾ എന്ന് വിശേഷിപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ആ വാക്ക് തന്നെ പ്രതിഷേധത്തിന്റെ പ്രതീകമാക്കി ഈ പ്രസ്ഥാനം രൂപം കൊണ്ടു. പിന്നീട് പരീക്ഷാ ക്രമക്കേടുകളും വിദ്യാഭ്യാസ സംവിധാനവും ചർച്ചയാക്കി രാജ്യമൊട്ടാകെ പിന്തുണ നേടുകയായിരുന്നു. ഇവരുടെ പ്രധാന ആവശ്യം എന്താണ്? നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രവേശന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതോടൊപ്പം പരീക്ഷാ സംവിധാനം കൂടുതൽ സുതാര്യമാക്കണമെന്നും വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ജൂൺ 28-നാണ് സോനം വാങ്ചുക് ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അന്നു മുതൽ അദ്ദേഹം ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ച് വെള്ളം മാത്രം കഴിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോൾ 19 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏകദേശം 9 കിലോ ശരീരഭാരം കുറഞ്ഞു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമായി താഴ്ന്നു. തലകറക്കം, പേശികളുടെ ക്ഷയം, കഠിനമായ ക്ഷീണം എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഡൽഹി കോടതിയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരന്തരം നിരീക്ഷിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടയിലും വാങ്ചുക് പറയുന്നത് ഒരു വാചകമാണ്: പുറമെ ഞാൻ ദുർബലനാണ്, പക്ഷെ ഉള്ളിൽ ഞാൻ ശക്തനാണ്. സമരസ്ഥലത്ത് ഓരോ ദിവസവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും എത്തുന്നുണ്ട്. 40 ഡിഗ്രി മുകളിലുള്ള ചൂടിലും ആളുകൾ അവിടെ തുടരുകയാണ്. സമരക്കാർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നവരും നിരവധിയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതേസമയം സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും പല പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് MP ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. 1800-ലധികം പ്രമുഖർ ഒപ്പുവെച്ച കത്തും പുറത്തുവന്നു. ഈ പോരാട്ടം ഒരു സ്പ്രിന്റല്ല, ഒരു മാരത്തോണാണ്. അതിനാൽ നിങ്ങൾ ജീവനോടെ തുടരണം എന്നാണ് ആ കത്തിൽ പറയുന്നത്. പക്ഷെ വാങ്ചുക് പിന്മാറാൻ തയ്യാറല്ല. പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് അദ്ദേഹം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ: എനിക്കധികം സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കണം. ഈ സമരം ഇനി ഒരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം, മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത, സർക്കാരിന്റെ പ്രതികരണം, ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന്റെ സ്ഥാനം, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പരീക്ഷാ ക്രമക്കേടുകളിൽ നീതി വേണമെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ, മറ്റൊരു ഭാഗത്ത് സമരത്തെ അവഗണിക്കുകയാണെന്ന വിമർശനം നേരിടുന്ന സർക്കാർ. ഈ പോരാട്ടം എവിടെ അവസാനിക്കും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. 19 ദിവസമായി ഒരു മനുഷ്യൻ സ്വന്തം ശരീരം തന്നെ പ്രതിഷേധത്തിന്റെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. സർക്കാർ ഒടുവിൽ അദ്ദേഹവുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ? അതോ ആരോഗ്യനില കൂടുതൽ വഷളായ ശേഷമേ നടപടിയുണ്ടാകൂ? ഈ സമരം ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകുമോ?